ആധുനികതയുടെ സർവ്വപ്രതാപത്തോടും കൂടി തല ഉയർത്തി നിൽക്കുന്ന ഒരു മഹാനഗരം. അവിടെ ആകാശത്തോളം ഉയരമുള്ള കെട്ടിടങ്ങളും രാത്രിയെ പകലാക്കുന്ന പൂർണ്ണ വിളക്കുകളും നിരന്തരമായ ട്രാഫിക് ബഹളങ്ങളും ജീവിതത്തിന്റെ ഭാഗമാണ്. ആ നഗരത്തിലെ ഏറ്റവും വലിയ ബിസിനസ് സാമ്രാജ്യത്തിന്റെ അധിപനായിരുന്നു രാഘവ് മേനോൻ. കോടികൾ മറിയുന്ന ബിസിനസ് ഇടപാടുകൾക്കിടയിൽ രാഘവൻ നഷ്ടമായത് സ്വന്തം ഹൃദയത്തിലെ ഈർപ്പമാണ്. സമയം അദ്ദേഹത്തിന് വെറും അക്കങ്ങളാണ്. ഓരോ സെക്കൻഡും പണമാക്കി മാറ്റുന്ന തിരക്കിലാണ് അദ്ദേഹം. രാഘവ് തന്റെ വിലപിടിപ്പുള്ള കറുത്ത സെഡാർ കാറിൽ നഗരത്തിലെ ഒരു പ്രധാന മീറ്റിംഗിനായി പോവുകയാണ്. പുറത്ത് കഠിനമായ ചൂടായിരുന്നു. പക്ഷേ കാറിനുള്ളിലെ സുഖകരമായ എയർ കണ്ടീഷനിങ് അദ്ദേഹത്തെ ലോകത്തിന്റെ ദൂരങ്ങളിൽ നിന്ന് മാറ്റി നിർത്തി. അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങൾ മുതൽ ധരിച്ചിരുന്ന വാച്ച് വരെ ലക്ഷങ്ങൾ വിലപിടിപ്പുള്ളതാണ്. കാറിന്റെ സീറ്റിൽ ചാരിയിരുന്ന് അദ്ദേഹം ലാഭവിഹിതത്തിന്റെ കണക്കുകൾ നോക്കുകയാണ്. അദ്ദേഹത്തിന്റെ ലോകത്ത് പരാജയത്തിന് സ്ഥാനമില്ല. അതുപോലെ തന്നെ പാവപ്പെട്ടവരോടും കഷ്ടപ്പെടുന്നവരോടും അദ്ദേഹത്തിന് യാതൊരു സഹതാപവും തോന്നിയിരുന്നില്ല. മടിയന്മാരായതുകൊണ്ടാണ് ജനം ദരിദ്രരാകുന്നത് എന്നായിരുന്നു രാഘവന്റെ ഉറച്ച വിശ്വാസം. വഴിയരികിൽ കൈ നീട്ടുന്നവരെ കാണുമ്പോൾ രാഘവൻ മുഖം തിരിച്ചു കളയും. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ദാരിദ്ര്യം എന്നത് ഒരു തരം അഴുക്കായിരുന്നു. നഗരത്തിന്റെ നടുവിലുള്ള വലിയ ജംഗ്ഷനിൽ ട്രാഫിക് സിഗ്നൽ ചുവപ്പായി. രാഘവ് തന്റെ വാച്ചിലേക്ക് നോക്കി. 5 മിനിറ്റ് വൈകിയാൽ ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടാകുമെന്ന് അദ്ദേഹം കണക്കുകൂട്ടി. ഡ്രൈവറോട് ദേഷ്യപ്പെടാൻ തുടങ്ങിയപ്പോഴാണ് കാറിന്റെ ചില്ലിൽ ആരോ തട്ടുന്ന ശബ്ദം കേട്ടത്. രാഘവ് ജനലിലൂടെ പുറത്തേക്ക് നോക്കി. മുഷിഞ്ഞ വസ്ത്രം ധരിച്ച ഏതാണ്ട് 10 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി. അവളുടെ തലമുടി ജട പിടിച്ചും മുഖം പൊടി പിടിച്ചും ഇരിക്കുന്നു. പക്ഷെ ആ പെൺകുട്ടിയുടെ കണ്ണുകൾ, അവയിൽ ഭയങ്കരമായ ഒരു ശൂന്യതയുണ്ട്. സാധാരണ യാചകർ കാണിക്കാറുള്ള ഒരു അഭിനയമോ കൗശലമോ ആ കണ്ണുകളിൽ ഉണ്ടായിരുന്നില്ല. അവളുടെ കണ്ണുകൾ കരഞ്ഞു കലങ്ങിയിരിക്കുന്നു. രാഘവ് ജനാല താഴ്ത്താൻ ആഗ്രഹിച്ചില്ല. എങ്കിലും പെൺകുട്ടി നിർത്താതെ ചില്ലിൽ തട്ടിക്കൊണ്ടിരുന്നു. അവളുടെ മുഖത്തെ ഭാവം കണ്ടപ്പോൾ രാഘവന് എന്തോ ഒരു അസ്വസ്ഥത തോന്നി. കയ്യിലുണ്ടായിരുന്ന ടാബ്ലറ്റ് മാറ്റിവെച്ച് അദ്ദേഹം ഗ്ലാസ് പതുക്കെ താഴ്ത്തി. ഗ്ലാസ് താഴ്ന്നതും പുറത്തെ ചൂടായ കാറ്റും നഗരത്തിലെ അഴുക്കുചാലുകളുടെ ഗന്ധവും കാറിനുള്ളിലേക്ക് ഇടിച്ചു കയറി. "നിനക്കെന്താ വേണ്ടത്?" "പണമില്ല, ഇവിടുന്ന് പോകൂ," രാഘവ് പറഞ്ഞു. പക്ഷെ ആ പെൺകുട്ടി പണം ചോദിച്ചില്ല. അവൾ വിറക്കുന്ന ശബ്ദത്തിൽ തേങ്ങിക്കൊണ്ട് ചോദിച്ചു, "സർ, എന്റെ അനിയത്തിയെ ഒന്ന് അടക്കം ചെയ്യാൻ സഹായിക്കുമോ? അവൾക്ക് ഒത്തിരി തണുക്കുന്നുണ്ടാകും." രാഘവ് ഒരു നിമിഷം സ്തംഭിച്ചുപോയി. സാധാരണയായി കേൾക്കാറുള്ള "വിശക്കുന്നു സാറേ, 2 രൂപ തരുമോ സാറേ" എന്ന യാചനകൾക്ക് പകരം ഒരു ചെറിയ കുട്ടി മൃതദേഹം അടക്കം ചെയ്യാൻ സഹായം ചോദിക്കുന്നു എന്നത് അദ്ദേഹത്തിന്റെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാനായില്ല. ആ വാക്കുകൾ അദ്ദേഹത്തിന്റെ മനസ്സിന്റെ ആഴങ്ങളിൽ എവിടെയോ ചെന്ന് തറച്ചു. "എന്താ നീ പറഞ്ഞത്?" രാഘവ് ചോദിച്ചു. "എന്റെ അനിയത്തി സർ, അവൾ ഇന്നലെ രാത്രി ഉറങ്ങിയതാ, പിന്നെ എഴുന്നേറ്റിട്ടില്ല. അവളുടെ ശരീരം വല്ലാതെ തണുത്തിരിക്കുന്നു. സാറിന് വലിയ കാറില്ലേ? അവളെ ഒന്ന് നല്ലൊരു സ്ഥലത്ത് കൊണ്ടുപോയി അടക്കം ചെയ്യാൻ സഹായിക്കുമോ? ഞങ്ങൾക്ക് ആരുമില്ല സർ," അവൾ വിറയലോടെ പറഞ്ഞു. രാഘവന്റെ ബിസിനസ് ബുദ്ധി ആ നിമിഷം നിശ്ചലമായി. നഗരത്തിലെ ആഡംബരങ്ങൾക്കിടയിൽ ഒരു തുള്ളി വെള്ളമോ ഒരു നേരത്തെ ഭക്ഷണമോ ഇല്ലാതെ ഒരു ജീവൻ പൊലിഞ്ഞിരിക്കുന്നു. ആ ജീവന്റെ ബാക്കി പത്രമായി നിൽക്കുന്ന ഈ പെൺകുട്ടിക്ക് വേണ്ടത് പണമല്ല, മറിച്ച് മരിച്ച തന്റെ കൂടപ്പറപ്പിന് നൽകേണ്ട അവസാനത്തെ ആദരവാണ്. ആ കൊച്ചുകുട്ടിയുടെ ചോദ്യത്തിന് മുന്നിൽ തന്റെ കോടികൾക്ക് ഒരു വിലയുമില്ലെന്ന് രാഘവൻ ആദ്യമായി തിരിച്ചറിഞ്ഞു. രാഘവ് മേനോൻ എന്ന ബിസിനസ്സുകാരൻ അതുവരെ കണ്ടിരുന്ന ലോകമല്ല ആ പെൺകുട്ടി അദ്ദേഹത്തിന് മുന്നിൽ തുറന്നിട്ടത്. അവളുടെ വാക്കുകൾ കേട്ടപ്പോൾ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ആദ്യമായി ഒരു ഭയം ഉടലെടുത്തു. അത് പരാജയത്തോടുള്ള ഭയമായിരുന്നില്ല, മറിച്ച് ജീവിതത്തിന്റെ ക്രൂരമായ മറ്റൊരു മുഖം കാണേണ്ടി വരുമോ എന്ന ഭയമായിരുന്നു. അദ്ദേഹം തന്റെ വിലപിടിപ്പുള്ള മീറ്റിംഗിനെ കുറിച്ച് മറന്നു. ഡ്രൈവറോട് കാർ സൈഡിലേക്ക് ഒതുക്കി നിർത്താൻ അദ്ദേഹം ആജ്ഞാപിച്ചു. "കുട്ടി, നിന്റെ വീട് എവിടെയാണ്? നീ ആരെക്കുറിച്ചാണ് ഈ പറയുന്നത്?" രാഘവ് വിറക്കുന്ന സ്വരത്തിൽ ചോദിച്ചു. ആ പെൺകുട്ടി ദൂരെയുള്ള ഒരു പാലത്തിനടിയിലെ ഇരുണ്ട മൂലയിലേക്ക് വിരൽ ചൂണ്ടി. "അവിടെയാണ് സാറേ. ഞാനും എന്റെ അനിയത്തി നീതുവും അവിടെയാണ് താമസിക്കുന്നത്. ഇന്നലെ രാത്രി നല്ല തണുപ്പായിരുന്നു. അവൾ എന്റെ നെഞ്ചോട് ചേർന്ന് കിടന്നതാണ്. പക്ഷെ രാവിലെ നോക്കിയപ്പോൾ അവൾ അനങ്ങുന്നില്ല. സാർ ഒന്ന് വരുമോ?" അവൾ അദ്ദേഹത്തിന്റെ കൈകളിൽ പിടിച്ചു വലിച്ചു. രാഘവ് തന്റെ വില കൂടിയ ഷൂസുകൾ ആ അഴുക്കുചാലുകൾ നിറഞ്ഞ വഴിയിൽ ചവിട്ടാൻ മടിച്ചു. പക്ഷെ ആ പെൺകുട്ടിയുടെ കണ്ണുകളിലെ നിസ്സഹായത അദ്ദേഹത്തെ മുന്നോട്ട് നയിച്ചു. അദ്ദേഹം കാറിൽ നിന്ന് ഇറങ്ങി അവൾക്കൊപ്പം നടന്നു. തന്റെ ആഡംബര കാറും സുരക്ഷിതമായ ജീവിതവും അവിടെ ഉപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹം ആ ചേരിയുടെ ഉള്ളിലേക്ക് കടന്നു. നഗരത്തിന്റെ തിളക്കത്തിനു പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന കറുത്ത ലോകമാണ് അത്. പ്ലാസ്റ്റിക് ഷീറ്റുകൾ കൊണ്ടും കീറിപ്പറിഞ്ഞ തുണികൾ കൊണ്ടും കെട്ടിയുണ്ടാക്കിയ കൊച്ചുകുടിലുകൾ. അഴുക്കുചാലുകൾ ഒഴുകുന്ന ആ വഴിയിലൂടെ നടക്കുമ്പോൾ രാഘവിന് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. ആ പെൺകുട്ടി അദ്ദേഹത്തെ ഒരു വലിയ പാലത്തിന്റെ തൂണിനടുത്തേക്ക് കൊണ്ടുപോയി. അവിടെ ഒരു പഴയ ചാക്കിനു മുകളിൽ വെളുത്ത തുണി പുതപ്പിച്ച
പുതപ്പിച്ച് ഒരു ചെറിയ ശരീരം കിടക്കുന്നു. അതിനടുത്ത് കുറച്ചുണങ്ങിയ റൊട്ടി കഷ്ണങ്ങളും ഒരു പഴയ പ്ലാസ്റ്റിക് കുപ്പിയിൽ കുറച്ച് വെള്ളവും ഇരിക്കുന്നു. നീതു, എഴുന്നേൽക്ക്, നോക്കൂ, ഒരു സാർ വന്നിട്ടുണ്ട്. നിന്നെ നല്ലൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ അദ്ദേഹം സഹായിക്കും. ആ പെൺകുട്ടി ആ മൃതദേഹത്തെ തൊട്ടു വിളിച്ചു. രാഘവ് ആ കാഴ്ച കണ്ട് സ്തബ്ധനായി നിന്നുപോയി. ഏതാണ്ട് 5 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടി. അവളുടെ മുഖം വിളറി വെളുത്തിരിക്കുന്നു. വിശപ്പും തണുപ്പും ആ കൊച്ചു ജീവനെ അകാലത്തിൽ തട്ടിയെടുത്തുവെന്ന് വ്യക്തമായിരുന്നു. ആ പെൺകുട്ടി തന്റെ അനിയത്തി മരിച്ചുവെന്ന് വിശ്വസിക്കാൻ പോലും തയ്യാറായിരുന്നില്ല. അവൾക്ക് വേണ്ടത് തന്റെ അനിയത്തിയെ ആ മണ്ണിൽ ഉപേക്ഷിക്കാതെ മാന്യമായ ഒരു യാത്രയപ്പ് നൽകണം എന്നത് മാത്രമായിരുന്നു. സർ, ഇവൾക്ക് വല്ലാതെ തണുക്കുന്നുണ്ട്. മണ്ണിൽ കിടത്തിയാൽ തണുപ്പ് മാറില്ലേ? എല്ലാവരും പറയുന്നത് മണ്ണിൽ കിടത്തിയാൽ ദൈവത്തിന്റെ അടുത്തേക്ക് പോകുമെന്നാണ്. സർ, ഞങ്ങൾ സഹായിക്കില്ലേ? അവൾ രാഘവന്റെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു. രാഘവിന്റെ കണ്ണുകൾ ആദ്യമായി നിറഞ്ഞു. തന്റെ ഓഫീസിലെ എയർ കണ്ടീഷണർ തണുപ്പിനെ കുറിച്ച് പരാതിപ്പെട്ടിരുന്ന അദ്ദേഹം ഒരു പുതപ്പില്ലാത്തതുകൊണ്ട് മരിച്ചുപോയ ആ കുഞ്ഞിനെ നോക്കി വിതുമ്പി. കോടികൾ സമ്പാദിച്ചിട്ടും ഒരു ജീവൻ നിലനിർത്താൻ തനിക്കായില്ലല്ലോ എന്ന ചിന്ത അദ്ദേഹത്തെ വേട്ടയാടി. തന്റെ പണത്തിനും പദവിക്കും ആ നിമിഷം ഒരു വിലയുമില്ലെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ഈ ലോകത്ത് പണമില്ലാത്തവർക്ക് മരിക്കാൻ പോലും അവകാശമില്ല എന്ന ചോദ്യം അദ്ദേഹത്തിന്റെ ഉള്ളിൽ മുഴങ്ങി. രാഘവ് തന്റെ ഫോൺ എടുത്തു. പക്ഷേ അതൊരു ബിസിനസ് കോൾ ആയിരുന്നില്ല. അദ്ദേഹം തന്റെ വിശ്വസ്തനായ സെക്രട്ടറിയെ വിളിച്ചു. പ്രകാശ്, ഉടനെ തന്നെ ഇവിടേക്കൊരു ആംബുലൻസും കുറച്ചാളുകളെയും എത്തിക്കണം. എല്ലാ മീറ്റിംഗും നിർത്തിവെക്കുക. എനിക്കിന്ന് അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കടമയുണ്ട്. ആ പെൺകുട്ടി അദ്ദേഹത്തിന്റെ കൈകളിൽ മുറുകെ പിടിച്ചു. ആ സ്പർശനം രാഘവിന്റെ ഹൃദയത്തിലെ മഞ്ഞുപാളികളെ അലിയിച്ചു കളഞ്ഞു. ഒരു കോടീശ്വരന്റെ അഹങ്കാരമെല്ലാം ആ നിമിഷം ആ അഴുക്കുചാലയിൽ ഒലിച്ചുപോയി. മനുഷ്യത്വം എന്നത് പണത്തിലല്ല, മറിച്ച് മറ്റൊരാളുടെ വേദനയിൽ പങ്കുചേരുന്നതിലാണെന്ന് അദ്ദേഹം പഠിച്ചു. ആംബുലൻസ് വരുന്നത് വരെ രാഘവ് ആ പാലത്തിനടിയിൽ തന്നെ നിന്നു. ചുറ്റുമുള്ള ലോകം അതിന്റെ തിരക്കുകളുമായി പാഞ്ഞു പോകുമ്പോഴും ആ തൂണിനടിയിൽ സമയം നിശ്ചലമായതുപോലെ അദ്ദേഹത്തിന് തോന്നി. തന്റെ സ്യൂട്ടിന്റെ വിലയെക്കുറിച്ചോ ഷൂസിൽ പറ്റിയ ചളിയെക്കുറിച്ചോ അദ്ദേഹം ആലോചിച്ചില്ല. ആ പെൺകുട്ടി തന്റെ അനിയത്തിയുടെ തണുത്ത കൈകൾ തിരുമ്പിക്കൊടുക്കുന്നത് അദ്ദേഹം നോക്കി നിന്നു. മരണം എന്താണെന്ന് പൂർണ്ണമായി തിരിച്ചറിയാത്ത ആ കുഞ്ഞിന്റെ സ്നേഹം രാഘവിന്റെ ഉള്ളിലെ കഠിനമായ ബിസിനസ്സുകാരനെ എന്നേക്കുമായി ഇല്ലാതെയാക്കി. അല്പസമയത്തിനകം ആംബുലൻസ് എത്തി. രാഘവിന്റെ സെക്രട്ടറി പ്രകാശ് ആ കാഴ്ച കണ്ട് അത്ഭുതപ്പെട്ടുപോയി. തന്റെ കർക്കശക്കാരനായ ബോസ് ഒരു ചേരിയിൽ പൊടി പിടിച്ച നിലത്ത് ഒരു യാചക പെൺകുട്ടിക്കൊപ്പം നിൽക്കുന്നു. പ്രകാശ് എന്തെങ്കിലും ചോദിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് രാഘവ് പറഞ്ഞു. പ്രകാശ്, എല്ലാ ചടങ്ങുകളും അന്തസ്സോടെ നടക്കണം. ഈ കുട്ടിക്ക് തന്റെ അനിയത്തിയെ ഏറ്റവും നല്ല രീതിയിൽ യാത്രയാക്കാൻ കഴിയണം. അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുക. ആ ചെറിയ മൃതദേഹം ആംബുലൻസിലേക്ക് മാറ്റുമ്പോൾ ആ പെൺകുട്ടി ഉച്ചത്തിൽ കരഞ്ഞു. നീതു, നീ എന്നെ തനിച്ചാക്കി പോവുകയാണോ? നമുക്ക് ഇനിയും കളിക്കേണ്ടേ? അവളുടെ നിലവിളി കണ്ടു നിന്നവരുടെ കണ്ണുകൾ നിറച്ചു. രാഘവ് പതുക്കെ അവളുടെ അരികിലെത്തി. അദ്ദേഹം അവളുടെ ചുമലിൽ കൈവച്ചു. കരയേണ്ട മോളെ, നീതു ഇപ്പോൾ നക്ഷത്രങ്ങളുടെ അടുത്തേക്ക് പോവുകയാണ്. അവിടെ അവൾക്ക് തണുക്കില്ല, വിശക്കില്ല. സംസ്കാര ചടങ്ങുകൾക്കായി അവർ നഗരത്തിലെ ശ്മശാനത്തിലേക്ക് പോയി. രാഘവ് തന്നെയായിരുന്നു എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം നൽകിയത്. തന്റെ സ്വന്തം ബന്ധുവിന്റെ അന്ത്യകർമ്മങ്ങൾ ചെയ്യുന്നത് പോലെ അദ്ദേഹം ആ ചടങ്ങുകളിൽ പങ്കുചേർന്നു. ആ ചെറിയ ചിതക്ക് തീ കൊളുത്തുമ്പോൾ രാഘവ് ചിന്തിച്ചത് തന്റെ പണത്തെക്കുറിച്ചായിരുന്നു. ഇത്രയും കാലം താൻ സമ്പാദിച്ച ഈ കോടികൾക്ക് എന്തർത്ഥമാണുള്ളത്? ഒരു പിഞ്ചു കുഞ്ഞിന് ഒരു പുതപ്പോ ഒരു നേരത്തെ ഭക്ഷണമോ നൽകാൻ ഈ പണത്തിന് കഴിഞ്ഞില്ലല്ലോ. ചടങ്ങുകൾ കഴിഞ്ഞപ്പോൾ നേരം ഇരുട്ടിയിരുന്നു. ശ്മശാനത്തിന്റെ ഗേറ്റിൽ വെച്ച് ആ പെൺകുട്ടി രാഘവിനെ നോക്കി. അവളുടെ കണ്ണുകളിലെ കരച്ചിൽ മാറിയിരുന്നു. പകരം നന്ദി നിറഞ്ഞ ഒരു നോട്ടമായിരുന്നു അവിടെ. സർ, ഒത്തിരി നന്ദി. എന്റെ അനിയത്തിക്കിപ്പോൾ തണുക്കുന്നുണ്ടാകില്ല. ഞാൻ പോകുക. നീ എങ്ങോട്ടാണ് പോകുന്നത്? രാഘവ് ചോദിച്ചു. പഴയടത്തേക്ക് തന്നെ സർ. അവിടെ എനിക്ക് ചില കൂട്ടുകാരുണ്ട്, അവൾ മെല്ലെ പറഞ്ഞു. രാഘവിന്റെ ഹൃദയം ഒന്ന് പിടഞ്ഞു. ഈ ചെറിയ കുഞ്ഞിനെ വീണ്ടും ആ അഴുക്കുചാലുകളിലേക്ക് വിടാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ടായിരുന്നില്ല. തന്റെ ആഡംബര വീട്ടിൽ ആരുമില്ലാത്ത വലിയ മുറികളെ കുറിച്ച് അദ്ദേഹം ഓർത്തു. തന്റെ പണം കൊണ്ട് ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് അദ്ദേഹത്തിന് വ്യക്തമായി. മോളെ, നിന്റെ പേരെന്താണ്? മീനു, അവൾ മറുപടി നൽകി. മീനു, നീ ഇനി ആ പാലത്തിനടിയിലേക്ക് പോകേണ്ട. നീ എന്റെ കൂടെ വരികയാണ്. നിനക്ക് പഠിക്കാം, നല്ല വസ്ത്രങ്ങൾ ധരിക്കാം. നിന്റെ അനിയത്തി നീതു മുകളിൽ ഇരുന്ന് നിന്നെ നോക്കുന്നുണ്ടാകും. നീ നന്നായി ജീവിക്കുന്നത് കാണാനാണ് അവൾക്കിഷ്ടം. രാഘവിന്റെ വാക്കുകൾ കേട്ട് മീനു അത്ഭുതത്തോടെ നോക്കി. അവൾക്കത് വിശ്വസിക്കാനായില്ല. ലോകം മുഴുവൻ തന്നെ വെറുപ്പോടെ നോക്കുമ്പോൾ ഈ വലിയ മനുഷ്യൻ അവളെ മകളായി സ്വീകരിക്കാൻ തയ്യാറായിരിക്കുന്നു. രാഘവ് അവളുടെ കൈ പിടിച്ച് തന്റെ ആഡംബര കാറിലേക്ക് കയറ്റി. ആ കാറിലെ എയർ കണ്ടീഷൻ ഇപ്പോൾ അദ്ദേഹത്തിന് അസ്വസ്ഥത ഉണ്ടാക്കിയില്ല. കാരണം തന്റെ തണലിൽ ഒരു ജീവൻ സുരക്ഷിതമാണെന്ന തിരിച്ചറിവ് അദ്ദേഹത്തിന് നൽകിയ സമാധാനം വാക്കുകൾക്ക് അതീതമായിരുന്നു. കാർ മുന്നോട്ട് നീങ്ങുമ്പോൾ രാഘവ് തന്റെ ഫോണിലെ പഴയ ബിസിനസ് ഗ്രൂപ്പുകളിൽ നിന്ന് പുറത്തു കടന്നു. തന്റെ ജീവിതത്തിന്റെ പുതിയൊരു കരാർ അദ്ദേഹം ഒപ്പിട്ട് കഴിഞ്ഞിരുന്നു. അത് ലാഭത്തിന് വേണ്ടിയല്ല, മറിച്ച് മനുഷ്യത്വത്തിന് വേണ്ടിയാണ്. രാഘവ് മേനോന്റെ വലിയ ബംഗ്ലാവ് നഗരത്തിലെ ഏറ്റവും പ്രശസ്തമായ ഒന്നായിരുന്നു.
വീടായിരുന്നു. വിശാലമായ ഗാർഡനും വിലപിടിപ്പുള്ള അലങ്കാര വിളക്കുകളും കൊണ്ട് സമ്പന്നമായ ആ വീട് പക്ഷേ ഉള്ളിൽ ശൂന്യമായിരുന്നു. രാഘവിന്റെ ഭാര്യ വർഷങ്ങൾക്ക് മുമ്പ് ഒരു അപകടത്തിൽ മരിച്ചിരുന്നു. മക്കളില്ലാത്ത ആ വലിയ വീട്ടിൽ രാഘവനും അദ്ദേഹത്തിന്റെ വേലക്കാരും മാത്രമായിരുന്നു താമസം. ആഡംബരങ്ങൾക്കിടയിലും ആ വീടൊരു മ്യൂസിയം പോലെ നിശബ്ദമാണ്. കാർ പോർച്ചിൽ വന്നു നിന്നപ്പോൾ മീനു പേടിയോടെ പുറത്തേക്ക് നോക്കി. ഇത്രയും വലിയൊരു വീട് അവൾ തന്റെ സ്വപ്നങ്ങളിൽ പോലും കണ്ടിട്ടില്ല. കാറിന്റെ വാതിൽ തുറന്നപ്പോൾ അവൾ തന്റെ മുഷിഞ്ഞ വസ്ത്രങ്ങളിലേക്ക് നോക്കി മടിച്ചു നിന്നു. സർ, എന്റെ വസ്ത്രത്തിൽ ചളിയുണ്ട്, വീട് അഴുക്കാകും, അവൾ താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞു. രാഘവ് പുഞ്ചിരിച്ചു. അദ്ദേഹം അവളുടെ കൈ പിടിച്ച് പുറത്തിറക്കി. മീനു, ഈ വീട് അഴുക്കായാൽ വൃത്തിയാക്കാം, പക്ഷേ മനസ്സഴുക്കായാൽ അത് വൃത്തിയാക്കാൻ പ്രയാസമാണ്. നീ ധൈര്യമായി വരൂ. അവർ അകത്തേക്ക് കയറിയപ്പോൾ വീട്ടിലെ ജോലിക്കാർ അത്ഭുതത്തോടെ പരസ്പരം നോക്കി. കർക്കശക്കാരനായ മേനോൻ സാർ ഒരു ചേരിയിലെ കുട്ടിയെയും കൊണ്ടുവരുന്നത് അവർക്ക് വിശ്വസിക്കാനായില്ല. രാഘവ് തന്റെ വീട്ടിലെ പ്രധാന വേലക്കാരിയായ കമലമ്മയെ വിളിച്ചു. കമലമ്മ, മീനുവിനെ ഒന്ന് കുളിപ്പിച്ച് നല്ല വസ്ത്രങ്ങൾ നൽകൂ. അവൾക്ക് വിശക്കുന്നുണ്ടാവും. നല്ല ഭക്ഷണം തയ്യാറാക്കണം. കുറച്ചു സമയത്തിന് ശേഷം മീനു കുളിച്ച് വൃത്തിയായി ഒരു പുതിയ വസ്ത്രം ധരിച്ച് താഴേക്ക് വന്നു. അവളുടെ ആ പഴയ രൂപം മാറി തുടങ്ങിയിരുന്നു. എങ്കിലും ആ കണ്ണുകളിലെ സങ്കടം മാഞ്ഞിരുന്നില്ല. തനിക്ക് ലഭിച്ച ആ വലിയ ഭക്ഷണത്തളികൾക്ക് മുന്നിൽ അവൾ മിഴിച്ചു നിന്നു. എന്താ മീനു, ഭക്ഷണം ഇഷ്ടപ്പെട്ടില്ലേ? രാഘവ് സ്നേഹത്തോടെ ചോദിച്ചു. മീനുവിന്റെ കണ്ണുകൾ നിറഞ്ഞു. സർ, ഇത് കാണുമ്പോൾ എനിക്ക് അനിയത്തിയെ ഓർമ്മ വരുന്നു. അവൾക്കൊരു കഷ്ണം ഉണങ്ങിയ റൊട്ടി പോലും കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ഇവിടെ ഇത്രയധികം ഭക്ഷണം ഉണ്ടായിട്ടും അവൾക്കൊരു തുള്ളി പാൽ പോലും കിട്ടിയില്ലല്ലോ, അവൾ വിതുമ്പി. രാഘവ് അവളുടെ അടുത്തിരുന്ന് ആശ്വസിപ്പിച്ചു. മോളെ, നീതു ഇപ്പോൾ ദൈവത്തിന്റെ അടുത്താണ്. അവൾ അവിടെ സന്തോഷവതിയായിരിക്കും. നീ ഇവിടെ സങ്കടപ്പെട്ടിരുന്നാൽ അവൾക്കും സങ്കടമാകും. നീ നന്നായി പഠിച്ച് ഒരു വലിയ നിലയിൽ എത്തണം. അതാണ് നീ അവൾക്ക് നൽകാവുന്ന ഏറ്റവും വലിയ സമ്മാനം. മീനു പതുക്കെ ഭക്ഷണം കഴിച്ചു തുടങ്ങി. അന്ന് രാത്രി രാഘവിന് ഉറക്കം വന്നില്ല. അദ്ദേഹം തന്റെ ബാൽക്കണിയിൽ ഇരുന്ന് ആകാശത്തേക്ക് നോക്കി. ഇത്രയും കാലം താൻ സമ്പാദിച്ച പണമെല്ലാം വെറും കടലാസുകൾ മാത്രമാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ഈ കുട്ടിയുടെ ഒരു തുള്ളി കണ്ണുനീർ തുടക്കാൻ തന്റെ കോടികൾക്ക് കഴിയുന്നില്ലെങ്കിൽ ആ പണം എന്തിന്? അടുത്ത ദിവസം രാവിലെ തന്നെ രാഘവ് ചില തീരുമാനങ്ങൾ എടുത്തു. അദ്ദേഹം തന്റെ കമ്പനിയിലെ മീറ്റിംഗുകൾ മാറ്റിവെച്ചു. നഗരത്തിലെ ഏറ്റവും മികച്ച സ്കൂളിലെ പ്രിൻസിപ്പാളിനെ അദ്ദേഹം വിളിച്ചു. മീനുവിന് വിദ്യാഭ്യാസം നൽകുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ ലക്ഷ്യം. എന്നാൽ അത് അത്ര എളുപ്പമായിരുന്നില്ല. ചേരിയിൽ വളർന്ന അക്ഷരങ്ങൾ അറിയാത്ത ഒരു കുട്ടിയെ പെട്ടെന്നൊരു സ്കൂളിൽ ചേർക്കുന്നത് വെല്ലുവിളിയായിരുന്നു. കൂടാതെ സമൂഹത്തിന്റെ കണ്ണുകളും അദ്ദേഹത്തിന് നേരെ തിരിഞ്ഞു. ഒരു പ്രമുഖ ബിസിനസ്സുകാരൻ വഴിയിൽ കണ്ട കുട്ടിയെ ദത്തെടുത്തത് നഗരത്തിലെ സംസാര വിഷയമായി. പലരും അദ്ദേഹത്തെ കളിയാക്കി, ചിലർ സംശയത്തോടെ നോക്കി. പക്ഷേ രാഘവ് ഇതൊന്നും കാര്യമാക്കിയില്ല. അദ്ദേഹം മീനുവിനായി ഒരു അധ്യാപികയെ വീട്ടിൽ ഏർപ്പാടാക്കി. മീനു പുതിയ ജീവിതവുമായി പൊരുത്തപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. എങ്കിലും രാത്രികളിൽ അവൾ നെട്ടി എഴുന്നേൽക്കും. നീതു എന്ന് വിളിച്ച് അവൾ കരയും. ആ വലിയ വീട്ടിലെ നിശബ്ദതയിൽ അവളുടെ കരച്ചിൽ കേൾക്കുമ്പോൾ രാഘവ് ഓടിച്ചെന്ന് അവളെ കെട്ടിപ്പിടിക്കും. അപ്പോഴാണ് രാഘവ് തിരിച്ചറിഞ്ഞത്, മീനുവിന് വേണ്ടത് തന്റെ പണമല്ല, മറിച്ച് താൻ ഒരിക്കലും ആർക്കും നൽകാതിരുന്ന സ്നേഹവും സുരക്ഷിതത്വവുമാണ്. മനുഷ്യത്വം എന്നത് പണം നൽകലല്ല, മറിച്ച് കൂടെ നിൽക്കലാണെന്ന് ആ വലിയ ബിസിനസ്സുകാരൻ ഓരോ ദിവസവും പഠിച്ചുകൊണ്ടിരുന്നു. രാഘവ് മേനോന്റെ തണലിൽ മീനുവിന്റെ ജീവിതം സുരക്ഷിതമായെങ്കിലും പുറം ലോകം അവളെ സ്വീകരിക്കാൻ തയ്യാറായിരുന്നില്ല. നഗരത്തിലെ ഏറ്റവും മികച്ച ഇന്റർനാഷണൽ സ്കൂളിലാണ് രാഘവ് അവൾക്ക് പ്രവേശനം വാങ്ങിക്കൊടുത്തത്. മീനുവിനെ ഒരു സാധാരണ സ്കൂളിൽ വിടാനായിരുന്നു പലരും ഉദ്ദേശിച്ചത്. എന്നാൽ എന്റെ മകൾക്ക് ഏറ്റവും മികച്ചത് തന്നെ വേണം എന്ന വാശിയിലായിരുന്നു രാഘവ്. മീനുവിനെ അദ്ദേഹം തന്റെ നിയമപരമായ മകളായി ദത്തെടുക്കാനുള്ള നടപടികൾ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. സ്കൂളിലെ ആദ്യ ദിവസം മീനുവിന് ഭയാനകമായിരുന്നു. വില കൂടിയ യൂണിഫോമും ബാഗും ധരിച്ചാണെങ്കിലും അവളുടെ ഉള്ളിലെ ചേരിക്കാരി അപ്പോഴും ഭയന്ന് വിറക്കുന്നുണ്ടായിരുന്നു. മറ്റു കുട്ടികൾ വില കൂടിയ കാറുകളിൽ വന്നിറങ്ങുമ്പോൾ അവർക്കിടയിൽ മീനു ഒറ്റപ്പെട്ടു. അവളുടെ സംസാര ശൈലിയും പെരുമാറ്റവും മറ്റു കുട്ടികളിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. ക്ലാസ്സിലെ ചില കുട്ടികൾ അവളെ കളിയാക്കാൻ തുടങ്ങി. നീ ചേരിയിൽ നിന്ന് വന്നവളല്ലേ, നിന്റെ അച്ഛൻ ഒരു കോടീശ്വരനായതുകൊണ്ട് മാത്രം നിനക്കിവിടെ ഇരിക്കാൻ കഴിയില്ല എന്ന് ചിലർ മുഖത്ത് നോക്കി പറഞ്ഞു. മീനു ഒന്നും മിണ്ടിയില്ല. അവൾ തല താഴ്ത്തിയിരുന്നു. പാഠപുസ്തകത്തിലെ ഇംഗ്ലീഷ് അക്ഷരങ്ങൾ അവൾക്ക് മുന്നിൽ നൃത്തം ചെയ്യുന്നത് പോലെ തോന്നി. അവൾക്കൊന്നും മനസ്സിലായില്ല. തന്റെ അനിയത്തി നീതുവിനെ അവൾ ആ നിമിഷം വല്ലാതെ ഓർത്തു. നീതു ഉണ്ടായിരുന്നുവെങ്കിൽ അവൾ എന്നെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിച്ചേനെ, അവൾ ഉള്ളിൽ പറഞ്ഞു. വൈകുന്നേരം കാറിൽ കയറുമ്പോൾ മീനുവിന്റെ കണ്ണുകൾ ചുവന്നിരുന്നു. രാഘവ് അത് ശ്രദ്ധിച്ചു. എന്തു പറ്റി മീനു, സ്കൂൾ ഇഷ്ടപ്പെട്ടില്ലേ? അദ്ദേഹം വാത്സല്യത്തോടെ ചോദിച്ചു. മീനു പൊട്ടിക്കരഞ്ഞു. സർ, എനിക്ക് അവിടെ പറ്റിയ സ്ഥലമല്ല, എല്ലാവരും എന്നെ കളിയാക്കുന്നു, എനിക്ക് അക്ഷരങ്ങൾ അറിയില്ല, എനിക്ക് ആ പഴയ പാലത്തിനടിയിലേക്ക് തന്നെ പോയാൽ മതി, അവിടെ ആരും എന്നെ കളിയാക്കില്ല. രാഘവിന്റെ ഹൃദയം വേദനിച്ചു. അദ്ദേഹം അവളെ അരികിലേക്ക് ചേർത്ത് നിർത്തി. മീനു, ജീവിതം ഒരു യുദ്ധമാണ്. നമ്മൾ ഓടിപ്പോയാൽ ലോകം നമ്മളെ തോൽപ്പിച്ചുകൊണ്ടിരിക്കും. നിന്നെ കളിയാക്കുന്നവർ നാളെ നിന്നെ നോക്കി കൈയടിക്കണം. അതിന്
അതിന് നീ പഠിക്കണം. നിന്റെ അനിയത്തി നീതുവിന് വേണ്ടി നീ അത് ചെയ്തേ പറ്റൂ. അവൾ സ്വർഗത്തിലിരുന്ന് നീ തോൽക്കുന്നത് കാണാൻ ആഗ്രഹിക്കില്ല. രാഘവ് തന്റെ ബിസിനസ് തിരക്കുകൾ കുറച്ചു. വൈകുന്നേരങ്ങളിൽ അദ്ദേഹം മീനുവിനൊപ്പം ഇരുന്നു. അക്ഷരമാലകൾ അദ്ദേഹം അവൾക്ക് ചൊല്ലിക്കൊടുത്തു. ഒരു വലിയ ബിസിനസ് സാമ്രാജ്യം ഭരിക്കുന്ന മനുഷ്യൻ ഒരു കൊച്ചു പെൺകുട്ടിക്ക് വേണ്ടി ABCയും പഠിപ്പിക്കുന്നത് കാണാൻ കമലമ്മയും മറ്റ് വേലക്കാരും കൗതുകത്തോടെ നോക്കി നിന്നു. രാഘവന്റെ മുഖത്തിപ്പോൾ പഴയ ഗൗരവമില്ല, പകരം ഒരച്ഛന്റെ കരുതലായിരുന്നു. പതുക്കെ മീനു പഠനത്തിൽ മിടുക്കിയായി തുടങ്ങി. രാഘവ് അവൾക്ക് വേണ്ടി പ്രത്യേക ട്യൂട്ടർമാരെ ഏർപ്പാടാക്കി. എന്നാൽ സ്കൂളിലെ വെല്ലുവിളികൾ അവിടെയും തീർന്നില്ല. ഒരു ദിവസം സ്കൂളിൽ വെച്ച് ഒരു വലിയ സംഭവം നടന്നു. മീനുവിന്റെ ക്ലാസ്സിലെ ഏറ്റവും ധനികനായ ഒരു കുട്ടിയുടെ സ്വർണ്ണ മോതിരം കാണാതെയായി. എല്ലാവരും സംശയിച്ചത് മീനുവിനെയായിരുന്നു. ഇവൾ ചേരിയിൽ നിന്ന് വന്നതല്ലേ, ഇവൾക്കല്ലാതെ വേറെ ആർക്കാണ് ഇത് മോഷ്ടിക്കാൻ തോന്നുക? അധ്യാപികയുടെ മുന്നിൽ വെച്ച് മറ്റു കുട്ടികൾ ആരോപിച്ചു. അധ്യാപിക മീനുവിന്റെ ബാഗ് പരിശോധിക്കാൻ തുടങ്ങി. മീനുവിന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകിക്കൊണ്ടിരുന്നു. അവളൊന്നും ചെയ്തിരുന്നില്ല, പക്ഷേ അവളുടെ ഭൂതകാലം അവളെ കുറ്റവാളിയാക്കി ചിത്രീകരിച്ചു. ബാഗ് പരിശോധിച്ചപ്പോൾ അതിൽ മോതിരം ഉണ്ടായിരുന്നില്ല. എന്നാൽ ആ കുട്ടി തന്റെ പോക്കറ്റിൽ മോതിരം ഇരിക്കുന്നത് കണ്ട് ദാ ഞാനിതിവിടെ മറന്നുപോയതാണ് എന്ന് നിസാരമായി പറഞ്ഞു. ആരോടും ക്ഷമ ചോദിക്കാൻ ആരും തയ്യാറായില്ല. മീനു അന്ന് വീട്ടിലെത്തിയത് വല്ലാതെ ഒരു മരവിപ്പോടെയാണ്. ഈ വാർത്ത രാഘവ് അറിഞ്ഞു. അദ്ദേഹം അടുത്ത ദിവസം തന്നെ സ്കൂളിലെത്തി. തന്റെ പദവിയോ പണമോ കാണിക്കാനല്ല അദ്ദേഹം പോയത്, മറിച്ച് തന്റെ മകളുടെ ആത്മാഭിമാനം സംരക്ഷിക്കാനായിരുന്നു. പ്രിൻസിപ്പളിന്റെ മുറിയിൽ ഇരിക്കുമ്പോൾ രാഘവ് പറഞ്ഞു, പണമില്ലാത്തവർ മോഷ്ടിക്കും എന്ന ചിന്തയാണ് ഏറ്റവും വലിയ ദാരിദ്ര്യം. എന്റെ മകൾക്ക് ഞാൻ ലോകത്തിലെ എല്ലാ സമ്പത്തും നൽകും, പക്ഷെ അവൾക്ക് വേണ്ടത് നിങ്ങളുടെ അംഗീകാരമല്ല, മറിച്ച് തുല്യമായ പരിഗണനയാണ്. അന്നു മുതൽ സ്കൂളിലെ അന്തരീക്ഷം മാറിത്തുടങ്ങി. രാഘവ് മീനുവിനെ പഠിപ്പിച്ചത് വെറും പാഠപുസ്തകങ്ങളല്ല, മറിച്ച് തല ഉയർത്തി നിൽക്കാനുള്ള ആത്മവിശ്വാസമാണ്. പതുക്കെ മീനു ക്ലാസ്സിലെ ഏറ്റവും മിടുക്കിയായ കുട്ടിയായി മാറി. എന്നാൽ അവളുടെ മനസ്സിൽ അപ്പോഴും ആ പഴയ പാലത്തിനടിയിലെ തണുപ്പും നീതുവിന്റെ മുഖവും മായാതെ നിന്നു. വർഷങ്ങൾക്കിപ്പുറം മീനു എന്ന പഴയ യാചക പെൺകുട്ടി ഒരു മിടുക്കിയായ കോളേജ് വിദ്യാർത്ഥിനിയായി മാറി. രാഘവ് മേനോൻ എന്ന കഠിന ഹൃദയനായ ബിസിനസ്സുകാരൻ ഇപ്പോൾ അറിയപ്പെടുന്നത് നഗരത്തിലെ ഏറ്റവും വലിയ ജീവകാരുണ്യ പ്രവർത്തകനായാണ്. തന്റെ സമ്പത്തിന്റെ വലിയൊരു ഭാഗം അദ്ദേഹം പാവപ്പെട്ട കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും ചികിത്സക്കുമായി മാറ്റിയിട്ടു. മീനുവിന്റെ വരവ് അദ്ദേഹത്തിന്റെ ബിസിനസ് രീതികൾ പോലും മാറ്റിമറിച്ചു. ലാഭത്തേക്കാൾ ഉപരി മനുഷ്യത്വത്തിന് അദ്ദേഹം മുൻഗണന നൽകി. മീനുവിനിപ്പോൾ എല്ലാമുണ്ട്: വില കൂടിയ വസ്ത്രങ്ങൾ, സ്വന്തമായ വാഹനം, ഉന്നത വിദ്യാഭ്യാസം. പക്ഷെ അവൾ തന്റെ ഭൂതകാലത്തെ മറന്നില്ല. ഓരോ ജന്മദിനത്തിലും അവൾ വില കൂടിയ ആഘോഷങ്ങൾ ഒഴിവാക്കി അനിയത്തി നീതു മരിച്ച ആ പാലത്തിനടിയിലേക്ക് പോകുമായിരുന്നു. അവിടെയുള്ള പാവപ്പെട്ട കുട്ടികൾക്ക് ഭക്ഷണവും പുതപ്പും വിതരണം ചെയ്യുമ്പോൾ അവൾ തന്റെ അനിയത്തിയെ അവരിലൂടെ ദർശിച്ചു. ഒരു ദിവസം മീനു രാഘവിനോട് ഒരു കാര്യം ചോദിച്ചു. അച്ഛാ, എനിക്ക് ലഭിച്ച ഈ ഭാഗ്യം ഈ നഗരത്തിലെ ആയിരക്കണക്കിന് കുട്ടികൾക്ക് ലഭിക്കുന്നില്ലല്ലോ. നീതുവിനെ പോലെ എത്രയോ കുഞ്ഞുങ്ങൾ ഇന്നും തണുപ്പത്ത് തെരുവിൽ ഉറങ്ങുന്നു. അവർക്ക് വേണ്ടി നമുക്കെന്തെങ്കിലും ചെയ്യാൻ കഴിയില്ലേ? രാഘവ് അവളെ നോക്കി പുഞ്ചിരിച്ചു. അദ്ദേഹം കാത്തിരുന്നത് ഈ നിമിഷത്തിന് വേണ്ടിയാണ്. മോളെ, നിന്റെ മനസ്സിലെ ഈ ആഗ്രഹമാണ് എന്റെയും സ്വപ്നം. നീതുവിന്റെ പേരിൽ നമുക്കൊരു വലിയ സംരംഭം തുടങ്ങണം. വെറും ഒരു അനാഥാലയമല്ല, മറിച്ച് തെരുവിൽ കഴിയുന്ന ഓരോ കുട്ടിക്കും വീടും വിദ്യാഭ്യാസവും നൽകുന്ന ഒരു വലിയ പ്രസ്ഥാനം. അങ്ങനെ നീതു ഫൗണ്ടേഷൻ നിലവിൽ വന്നു. നഗരത്തിലെ ചേരികളിലും പാലത്തിനടിയിലും കഴിയുന്ന കുട്ടികളെ കണ്ടെത്തി അവർക്ക് സുരക്ഷിതമായ താമസവും ഭക്ഷണവും നൽകുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം. മീനു തന്നെയായിരുന്നു ഇതിന്റെ നേതൃത്വം ഏറ്റെടുത്തത്. രാഘവ് തന്റെ ബിസിനസ് സാമ്രാജ്യത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ പതുക്കെ മീനുവിനെ ഏൽപ്പിച്ചു തുടങ്ങി. എന്നാൽ ഈ വളർച്ചയിൽ അസൂയ പൂണ്ടവർ കുറവായിരുന്നില്ല. രാഘവിന്റെ ബന്ധുക്കളും ചില ബിസിനസ് പങ്കാളികളും മീനുവിനെതിരെ രംഗത്ത് വന്നു. ഒരു തെരുവ് പെൺകുട്ടിക്ക് എങ്ങനെയാണ് ഇത്രയും വലിയൊരു ബിസിനസ് സാമ്രാജ്യം ഭരിക്കാൻ കഴിയുക? ഇവൾ രാഘവിന്റെ സ്വത്ത് തട്ടിയെടുക്കാൻ വന്നവളാണ് എന്നവർ പറഞ്ഞു പരത്തി. രാഘവിന്റെ ബന്ധുവായ വിക്രം സ്വത്ത് കൈക്കലാക്കാൻ മീനുവിനെതിരെ ചതി പ്രയോഗിക്കാൻ പദ്ധതിയിട്ടു. വിക്രം ഒരു ദിവസം രാഘവിനെ കാണാൻ വന്നു. രാഘവ്, നീ ചെയ്യുന്ന ഈ പരീക്ഷണങ്ങൾ അപകടമാണ്. ഒരു തെരുവ് പെൺകുട്ടിക്ക് നിന്റെ കോടികൾ കൈമാറുന്നത് വിഡ്ഢിത്തരമാണ്. അവൾക്ക് നിന്റെ രക്തവുമായി എന്ത് ബന്ധമാണുള്ളത്? രാഘവ് ശാന്തനായി മറുപടി നൽകി. വിക്രം, രക്തബന്ധത്തെക്കാൾ വലിയൊരു ബന്ധമുണ്ട്. അത് ഹൃദയബന്ധമാണ്. എന്റെ രക്തബന്ധമുള്ള പലരും ഞാൻ കഷ്ടപ്പെട്ടപ്പോൾ കൂടെ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഈ കുട്ടി എനിക്ക് നൽകിയത് ഒരു പുതിയ ജീവിതമാണ്. മരിച്ചുപോയ എന്റെ മനസ്സിനെ ഉണർത്തിയത് അവളാണ്. ഈ സ്വത്തെല്ലാം മനുഷ്യർക്ക് വേണ്ടിയുള്ളതാണ്. അത് കൈകാര്യം ചെയ്യാൻ മീനുവിനേക്കാൾ യോഗ്യത
യോഗ്യതയുള്ള മറ്റൊരാൾ ഇല്ല. വിക്രം ദേഷ്യത്തോടെ അവിടെ നിന്നിറങ്ങി. അയാൾ മീനുവിനെ സമൂഹ മധ്യത്തിൽ അപമാനിക്കാൻ തീരുമാനിച്ചു. നീതു ഫൗണ്ടേഷന്റെ പ്രവർത്തനങ്ങളിൽ ക്രമക്കേട് ആരോപിച്ച് അയാൾ പത്രങ്ങളിൽ വാർത്തകൾ നൽകി. മീനുവിന്റെ പഴയ ജീവിതത്തെക്കുറിച്ച് മോശമായ രീതിയിൽ സംസാരിച്ചു. വാർത്തകൾ വന്നപ്പോൾ മീനു തകർന്നുപോയി. അച്ഛാ, ഞാൻ കാരണം അച്ഛന്റെ പേര് ചീത്തയാകുന്നു. ഞാൻ എങ്ങോട്ടെങ്കിലും പോകാം, അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. പക്ഷേ രാഘവ് കുലുങ്ങിയില്ല. അദ്ദേഹം അവളെ ചേർത്തു പിടിച്ചു. മോളെ, ആൽമരത്തിന് കാറ്റിനെ പേടിയില്ല. സത്യം നിന്റെ കൂടെയുണ്ട്. നീ ചെയ്ത നന്മകൾ നിനക്ക് കാവലുണ്ടാകും. ഈ ലോകം നിന്നെ കല്ലെറിയും, പക്ഷെ ആ കല്ലുകൾ കൊണ്ട് നമുക്ക് നീതുവിന് വേണ്ടി വലിയൊരു കോട്ട പണിയാം. രാഘവ് തന്റെ വക്കീലന്മാരെ വിളിച്ച് വിക്രമിനെതിരെ നിയമ നടപടികൾ ആരംഭിച്ചു. കൂടാതെ ഒരു പത്രസമ്മേളനം വിളിച്ചു ചേർക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. അവിടെ വെച്ച് ലോകത്തോട് തന്റെയും മീനുവിന്റെയും കഥ തുറന്നു പറയാൻ അദ്ദേഹം ഉറച്ചു. ആ പത്രസമ്മേളനം നഗരത്തെ ഞെട്ടിക്കുന്ന ഒന്നായിരിക്കുമെന്ന് വിക്രം സ്വപ്നത്തിൽ പോലും കരുതിയില്ല. രാഘവ് മേനോൻ പത്രസമ്മേളനത്തിനായി സ്റ്റേജിലേക്ക് കയറുമ്പോൾ വിക്രം തന്റെ ഇരിപ്പിടത്തിൽ ഇരുന്ന് പരിഹാസത്തോടെ ചിരിക്കുകയായിരുന്നു. മീനുവിനെ ഒരു യാചകയായി ചിത്രീകരിച്ചുകൊണ്ട് തന്റെ ചതി വിജയിച്ചുവെന്ന് അയാൾ വിശ്വസിച്ചു. എന്നാൽ രാഘവ് മൈക്കിനു മുന്നിൽ നിന്നപ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്ത് അസാധാരണമായ ഒരു ശാന്തതയുണ്ടായിരുന്നു. സുഹൃത്തുക്കളെ, രാഘവ് സംസാരിച്ചു തുടങ്ങി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മീനുവിനെ കുറിച്ചും നീതു ഫൗണ്ടേഷനെ കുറിച്ചും പല വാർത്തകളും നിങ്ങൾ കേൾക്കുന്നുണ്ടാകും. മീനു ഒരു തെരുവ് പെൺകുട്ടിയാണെന്നും എന്റെ സ്വത്ത് തട്ടിയെടുക്കാൻ വന്നവളാണെന്നുമാണ് ആരോപണം. അതെ, മീനു തെരുവിൽ നിന്നാണ് വന്നത്. അവൾ ഒരു യാചകിയായിരുന്നു. പക്ഷെ ആ സത്യം ഞാൻ ലോകത്തോട് വിളിച്ചു പറയുന്നത് വലിയൊരു അഭിമാനത്തോടും കൂടിയാണ്. ഹാളിൽ അടക്കം പറച്ചിലുകൾ ഉയർന്നു. രാഘവ് തുടർന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഒരു ട്രാഫിക് സിഗ്നൽ വെച്ച് എന്റെ കാറിന്റെ ചില്ലിൽ മുട്ടിയ ആ പെൺകുട്ടി എന്നോട് ചോദിച്ചത് പണമല്ല, മരിച്ചുപോയ തന്റെ അനിയത്തിയെ അടക്കം ചെയ്യാൻ ഒരു സഹായമാണ്. അന്ന് ലക്ഷങ്ങളുടെ ബിസിനസ് സ്വപ്നം കണ്ടു നടന്ന എന്റെ കണ്ണുകൾ തുറപ്പിച്ചത് ഈ കുട്ടിയാണ്, പണമല്ല. മനുഷ്യത്വമാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്തെന്ന് അവൾ എന്നെ പഠിപ്പിച്ചു. ഇന്ന് നിങ്ങൾ കാണുന്ന ഈ കോടീശ്വരനായ രാഘവ് മേനോൻ ജീവിച്ചിരിക്കുന്നത് മീനു നൽകിയ ആ പുതിയ കാഴ്ചപ്പാടിലൂടെയാണ്. രാഘവ് തന്റെ പിന്നിലെ വലിയ സ്ക്രീനിൽ ചില രേഖകൾ പ്രദർശിപ്പിച്ചു. വിക്രം ഫൗണ്ടേഷന്റെ പേരിൽ നടത്തിയ ക്രമക്കേടുകളുടെ തെളിവുകളായിരുന്നു അത്. വിക്രം ഭയന്നുപോയി. തന്റെ ചതികൾ പുറത്തായത് അയാൾ തിരിച്ചറിഞ്ഞു. നീതു ഫൗണ്ടേഷനിൽ നിന്ന് ഒരു രൂപ പോലും മീനു എടുത്തിട്ടില്ല. മറിച്ച് അവളുടെ അധ്വാനത്തിലൂടെ സമ്പാദിച്ച തുകയാണ് അവൾ പാവപ്പെട്ടവർക്കായി ചെലവാക്കുന്നത്, രാഘവ് പറഞ്ഞു. അദ്ദേഹം തന്റെ വിൽപത്രം ഉയർത്തിക്കാട്ടി. ഇന്ന് മുതൽ എന്റെ സ്വത്തുക്കളെല്ലാം നീതു ഫൗണ്ടേഷൻ എന്ന ട്രസ്റ്റിന്റെ പേരിലേക്ക് മാറ്റുകയാണ്. ഇതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം മീനുവിനായിരിക്കും. മീനു എന്റെ രക്തമല്ലായിരിക്കാം, പക്ഷെ അവൾ എന്റെ ആത്മാവാണ്. മാധ്യമ പ്രവർത്തകർ മീനുവിനെ അടുത്തേക്ക് വിളിച്ചു. അവർ വിറക്കുന്ന ശബ്ദത്തിൽ സംസാരിച്ചു തുടങ്ങി. എനിക്ക് അച്ഛന്റെ പണമല്ല വേണ്ടത്. എന്നെ പോലെയുള്ള ആയിരക്കണക്കിന് കുട്ടികൾ ഇന്നും ആ തണുപ്പത്ത് തെരുവുകളിൽ ഉറങ്ങുന്നുണ്ട്. അവർക്കൊരു നേരത്തെ ഭക്ഷണമോ സുരക്ഷിതമായ ഒരിടമോ നൽകാൻ എനിക്ക് കഴിഞ്ഞാൽ അന്ന് എന്റെ അനിയത്തി നീതുവിന്റെ ആത്മാവ് ശാന്തമാകും. എന്റെ പഴയ രൂപത്തെക്കുറിച്ച് എന്നെ പരിഹസിച്ചവരോട് എനിക്ക് പരാതിയില്ല. കാരണം ആ പഴയ രൂപമാണ് എന്നെ ഈ പോരാട്ടത്തിന് പ്രേരിപ്പിച്ചത്. മീനുവിന്റെ വാക്കുകൾ കേട്ട് ഹാളിൽ ഉണ്ടായിരുന്നവർ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. വിക്രം അവിടെ നിന്ന് നിശബ്ദനായി ഇറങ്ങിപ്പോയി. തന്റെ സ്വാർത്ഥതയ്ക്ക് മുന്നിൽ ഒരു പെൺകുട്ടിയുടെ നിഷ്കളങ്കമായ സ്നേഹവും സത്യസന്ധതയും വിജയിച്ച നിമിഷങ്ങളായിരുന്നു അത്. അന്ന് വൈകുന്നേരം രാഘവും മീനുവും ആ പഴയ പാലത്തിനടിയിലേക്ക് പോയി. അവിടെ അവർ വലിയൊരു വിദ്യാഭ്യാസ സമുച്ചയത്തിന്റെ തറക്കല്ലിട്ടു. നഗരത്തിലെ ഒരു കുട്ടിയും പഠിക്കാനോ ചികിത്സക്കോ പണമില്ലാതെ വലയരുത് എന്ന ഉറച്ച തീരുമാനത്തിലായിരുന്നു അവൾ. മീനു തന്റെ അനിയത്തിയുടെ ഓർമ്മക്കായി അവിടെ ഒരു പൂച്ചെണ്ട് വെച്ചു. അന്നാദ്യമായി മീനുവിന്റെ ഉള്ളിലെ ഭയം പൂർണ്ണമായും മാറി. അവളിപ്പോൾ ഒരു ഇരയല്ല, മറിച്ച് ആയിരങ്ങളുടെ രക്ഷകയാണ്. രാഘവ് തന്റെ മകളെ നോക്കി അഭിമാനത്തോടെ ചിരിച്ചു. താൻ സമ്പാദിച്ച കോടികളേക്കാൾ മൂല്യമുള്ള ഒന്നിപ്പോൾ തന്റെ മകൾ സ്വന്തമാക്കിയിരിക്കുന്നു. അതായിരുന്നു ലോകത്തിന്റെ സ്നേഹവും ആദരവും. കാലം മീനുവിനെ ഒരു കരുത്തുറ്റ വ്യക്തിയാക്കി മാറ്റി. നീതു ഫൗണ്ടേഷൻ ഇപ്പോൾ കേവലം ഒരു സ്ഥാപനമല്ല, മറിച്ച് തെരുവിൽ ഉപേക്ഷിക്കപ്പെട്ട ആയിരക്കണക്കിന് കുട്ടികളുടെ അത്താണിയായി മാറി. രാഘവ് മേനോൻ ബിസിനസ്സിൽ നിന്ന് പൂർണ്ണമായും വിരമിച്ച് തന്റെ ശിഷ്ടകാലം മീനുവിന്റെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണയേകി ജീവിച്ചു. ഫൗണ്ടേഷന്റെ പ്രവർത്തനങ്ങൾക്കിടയിലാണ് മീനു ആര്യൻ എന്ന യുവാവിനെ പരിചയപ്പെടുന്നത്. വിദേശത്തു നിന്ന് വലിയ ശമ്പളമുള്ള ജോലി ഉപേക്ഷിച്ച് സാമൂഹിക സേവനത്തിനായി വന്ന ഒരു ഡോക്ടറായിരുന്നു അവൻ. മീനുവിന്റെ ഭൂതകാലം അറിഞ്ഞിട്ടും അവളെ അവൻ സ്നേഹിച്ചു. രാഘവ് മേനോന്റെ അനുഗ്രഹത്തോടെ അവരുടെ വിവാഹം നടന്നു. അതൊരു ആഡംബര വിവാഹമായിരുന്നില്ല, മറിച്ച് നൂറുകണക്കിന് അനാഥ കുട്ടികൾക്കൊപ്പം ഒരു നേരത്തെ ഭക്ഷണം പങ്കിട്ടുള്ള ലളിതമായ ചടങ്ങായിരുന്നു. വിവാഹശേഷം മീനുവും ആര്യനും ചേർന്ന് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മൊബൈൽ ക്ലിനിക്കുകൾ ആരംഭിച്ചു. തെരുവിൽ കഴിയുന്നവർക്ക് സൗജന്യ ചികിത്സയും മരുന്നും
ഉറപ്പാക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. മീനു ഇപ്പോൾ തന്റെ അനിയത്തിയുടെ മരണം ഒരു വേദനയായിട്ടല്ല, മറിച്ചൊരു നിയോഗമായിട്ടാണ് കാണുന്നത്. തന്റെ ജീവിതം മറ്റുള്ളവർക്കായി സമർപ്പിക്കുമ്പോഴാണ് അതിന് പൂർണ്ണത ലഭിക്കുന്നതെന്ന് അവൾ തിരിച്ചറിഞ്ഞു. രാഘവ് മേനോൻ തന്റെ മകൾ മറ്റുള്ളവർക്ക് വെളിച്ചം പകരുന്നത് കണ്ട് സമാധാനത്തോടെ പുഞ്ചിരിച്ചു. വർഷങ്ങൾ അതിവേഗം കടന്നുപോയി. രാഘവ് മേനോന്റെ ആരോഗ്യം ക്ഷയിച്ചു തുടങ്ങിയിരുന്നു. തന്റെ വാർദ്ധക്യത്തിൽ അദ്ദേഹം മീനുവിന്റെ കൈകളിൽ ഒരു കൊച്ചുകുട്ടിയെ പോലെ സുരക്ഷിതനായിരുന്നു. കോടികൾ സമ്പാദിച്ച കാലത്ത് ലഭിക്കാത്ത സമാധാനവും സ്നേഹവും മീനുവിന്റെ സാമീപ്യത്തിലൂടെ അദ്ദേഹം അനുഭവിച്ചു. അന്ന് ആ ട്രാഫിക് സിഗ്നലിൽ വെച്ച് ദൈവം എന്നെ രക്ഷിക്കാൻ വേണ്ടിയാണ് നിന്നെ അയച്ചത് എന്ന് അദ്ദേഹം ഇടയ്ക്കിടെ പറയുമായിരുന്നു. ഒരു മഴയുള്ള രാത്രിയിൽ രാഘവൻ തന്റെ പ്രിയപ്പെട്ട മകളുടെ കൈകൾ പിടിച്ചുകൊണ്ട് ശ്വാസമെടുത്തു. തന്റെ ആഡംബര മുറിയിൽ കിടക്കുമ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സിൽ ആ പഴയ പാലത്തിനടിയിലെ പെൺകുട്ടിയുടെ മുഖമായിരുന്നു. മീനു, തെരുവിന് വേണ്ടി മാത്രമല്ല, ഈ ലോകത്തിലെ എല്ലാ മക്കൾക്കും വേണ്ടി നീ എന്റെ ജീവിതം തുടരണം. അതായിരുന്നു അദ്ദേഹത്തിന്റെ അവസാന വാക്കുകൾ. സമാധാനത്തോടെ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. രാഘവിന്റെ മരണം മീനുവിനെ വല്ലാതെ തളർത്തിയെങ്കിലും അദ്ദേഹം നൽകിയ ആത്മവിശ്വാസം അവളെ കരുത്തുറ്റവളാക്കി. തന്റെ പിതാവിനോടുള്ള ആദരസൂചകമായി നഗരത്തിൽ ഒരു വലിയ മെഡിക്കൽ കോളേജ് അവൾ സ്ഥാപിച്ചു. രാഘവ് മേനോന്റെ സമ്പത്ത് മുഴുവൻ പാവപ്പെട്ടവരുടെ കണ്ണുനീർ തുടക്കാനായി അവൾ വിനിയോഗിച്ചു. ലോകം അവളെ രാഘവ് മേനോന്റെ മകൾ എന്ന് വിളിച്ചപ്പോൾ തന്റെ പിതാവിന്റെ നാമം നിലനിർത്താൻ കഴിഞ്ഞതിൽ അവൾ അഭിമാനം കൊണ്ടു.